ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കേരള സെറ്റ് 2022 ജൂലൈയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 38 ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. സെറ്റ് ജൂലൈ 2022 GK പേപ്പറുണ്ട്. അപ്പോൾ 39th ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിൻ്റെ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ലെക്ചറിങ് വിത്ത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആണല്ലേ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ടീം ടീച്ചിങ്, പെയർ ഷെയർ ഡിസ്കഷൻസ്. അപ്പം ടീം ടീച്ചിങ്ങും ലെക്ചറിങ് വിത്ത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും ആണ് നമുക്കറിയാം. സോ ദ ആൻസർ ഈസ് സി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40th ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തേക്കുന്നത്. ജെറോം എസ് ബ്രൂണർ നമുക്കറിയാം, ഡിസ്കവറി ലേണിംഗ് ആണ്. ഡേവിഡ് ഒസുബൽ റിസപ്ഷൻ ലേണിംഗ്. റോബർട്ട് ഗാഗ്നെ എന്താണ്, സിഗ്നൽ ലേണിംഗ്. ബെഞ്ചമിൻ എസ് ബ്ലൂ മാസ്റ്ററി ലേണിംഗ്. സോ ആ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. 41, എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബൈ മെത്തേഡ്സ് ഡെവലപ്പ് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ ഇൻ സ്പെഷ്യൽ സ്കൂൾ, ബൈ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഇൻ സ്പെഷ്യൽ സ്കൂൾ. 3 ഓപ്ഷനും ഒന്ന് തന്നെയാണ് പറയുന്നത്. ഡി എന്താ, എലോങ് വിത്ത് ദ നോർമൽ ചിൽഡ്രൻ. സോ ദ ആൻസർ ഈസ് എലോങ് വിത്ത് ദ നോർമൽ ചിൽഡ്രൻ. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ, സ്പെഷ്യൽ ചിൽഡ്രൻ നോർമൽ ചിൽഡ്രൻസിൻ്റെ കൂടെ പഠിക്കുന്നത്. ഓക്കെ, 42, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പർപ്പസ് ഓഫ് സ്റ്റുഡൻസ് ഇവാലുവേഷൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. To provide grading to students, to evaluate the effectiveness of teaching learning process, to diagnose students' difficulty and provide remedial teaching, to coordinate school activities for achieving maximum students' growth. Okay, most significant purpose of students evaluation is, and answer എന്തായിരിക്കും വരുന്നത്? ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടു കോർഡിനേറ്റ് സ്കൂൾ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് മാക്സിമം സ്റ്റുഡൻസ് ഗ്രോത്ത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. പർപ്പസ് ഓഫ് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേഡ് കൊടുക്കാനല്ല, പിന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇവാലുവേഷൻ ആണ്, ഒരു തരത്തിലാണ്, പക്ഷെ അത് മാത്രമല്ല. ഡയഗ്നോസിക് സ്റ്റുഡൻസ് ഡിഫിക്കൽട്ടി ആൻഡ് പ്രൊവൈഡ് റെമഡിയൽ ടീച്ചിങ്, അത് നമ്മൾ എന്താണ്, ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ വരുന്നതാണ്. പർപ്പസ് ഓഫ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്, അതും വരും, പക്ഷേ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഇവിടെ വരുന്നത് ടു കോർഡിനേറ്റ് സ്കൂൾ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് മാക്സിമം സ്റ്റുഡൻസ് ഗ്രോത്ത്. അതാണ് ഇവാലുവേഷൻ കൊണ്ട് ഇവിടെ വരുന്ന ആൻസർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ അസസ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് സ്കിൽസ് മെഷർ ചെയ്യുന്നതിന് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള സ്കെയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള മെത്തേഡാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റുബ്രിക്സ് ആണ്. നെക്സ്റ്റ് 44ാമത്തെ ചോദ്യം, ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു മാസ്റ്ററി ലേണിംഗ്. ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. ഓക്കെ, നമ്മൾ 2 ടെസ്റ്റ് പഠിക്കുന്നുണ്ട്, നോം റെഫറൻസ് ടെസ്റ്റും ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നെറ്റും സെറ്റും ഏതിലാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45, ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് നോട്ട് ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഏതാണ് ആൻസർ വരുന്നത്? The principle of communication which states that communication must not be conflict with the policies and objectives of the organization. ഏതാണ് ആൻസർ വരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഉണ്ടാവരുത് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്. ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്? വെർബലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻട്രാപേഴ്സണൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ ആണ് വെർബൽ വരുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷനും
ജെസ്റ്റേഴ്സ് എന്താണ്, നോൺ വെർബലിലാണ് വരുന്നത്. നെക്സ്റ്റ് 47. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എഫക്റ്റീവ് ഇൻ ഓവർകമ്മിങ് ദ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഏതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഓവർകം ബാരിയർ ആയിട്ട് വരുന്നത്? യൂസ് ഓഫ് കോംപ്ലക്സ് വേർഡ്സ്, യൂസ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, ആക്റ്റീവ് ലിസണിങ്, യൂസ് ഓഫ് അംബീഷ്യസ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? നമുക്ക് ഇഫക്റ്റീവ് ആവണം കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് വേർഡ്സ് ആണെങ്കിൽ ഇഫക്റ്റീവ് ആവില്ല. യൂസ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, പിന്നെ ഫീഡ്ബാക്ക് എടുക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകത്തില്ല. പിന്നെ ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. 48th question. A systematic research technique for reliably coding sequence naturally occurring interactions and making valid interpretations and inference from those data to the context in which the observations are occurred is called dash analysis. Okay, so റിസർച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? നാച്ചുറൽ ഒക്കറിങ് ഇൻട്രാക്ഷൻ ആൻഡ് മേക്കിംഗ് വാലിഡ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഇൻഫറൻസസ്. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഇൻട്രാക്ട് ചെയ്യുകയാണ് ഇവിടെ. അതായത് നാച്ചുറലി ഒക്കറിങ് ഇൻട്രാക്ഷനിൽ ഇവിടെ ഇൻട്രാക്ഷൻസ് എന്ന് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. ആൻഡ് മേക്കിംഗ് വാലിഡ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഇൻ്റർഫറൻസസ്. അപ്പോൾ അത് എന്ത് അനാലിസിസ് ആണ്? ഇൻട്രാക്ഷൻ അനാലിസിസ്. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊരു ഉത്തരത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ സോ ദ ആൻസർ ഈസ് ഇൻട്രാക്ഷൻ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് JPEG സ്റ്റാൻഡ്സ് ഫോർ. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ JPEG സൈസ് പറയും അല്ലേ. അതിൻ്റെ ഫുൾ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ്. ഓക്കെ, എന്താണ് JPEGൻ്റെ ഫുൾ ഫോം? ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ്. 5th question. ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇൻക്ലൂഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇൻക്ലൂഡ്സ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡിസൈനിങ് എനർജി എഫിഷ്യൻറ്റ് ഡിജിറ്റൽ ഡിവൈസസ്, എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, റീസൈക്ലിംഗ് ദ അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, റീസൈക്ലിംഗ് മിനിമൈസിങ് ദ വേസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് കമ്പ്യൂട്ടർ. സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിൽ ഈ 4 കാര്യങ്ങളും വരും അല്ലേ. അതായത് എനർജി എഫിഷ്യൻറ്റ് ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടർ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക, റീസൈക്ലിംഗ് ആൻഡ് അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് റീസൈക്കിൾ ചെയ്യുക, മിനിമൈസിങ് ദ വേസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് കമ്പ്യൂട്ടർ. ഇത് 4 കാര്യങ്ങളും ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. 51. എ കോഷ്യസ് അപ്രോച്ച് to computing where users take basic precaution to reduce information security risk is called. Okay, a cautious approach to computing where users take basic precautions to reduce information security risk is called what? Defensive computing എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, 52. A study on human behavior for making generalization on human behavior is an example of dash research. A study on human behavior for making generalization on human behavior. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബേസിക് റിസർച്ചിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ആക്ഷൻ റിസർച്ച് ആണോ? അല്ല. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ കുറിച്ചിട്ടോ അവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാൻ സ്കൂളിൽ നമ്മളൊരു കുട്ടിയെക്കുറിച്ച് അനലൈസ് ചെയ്യാനൊക്കെ ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കും. പക്ഷേ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ നേച്ചർ മനസ്സിലാക്കിയിട്ട് എന്താണ് അത് ജനറലൈസേഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഒരു ബേസിക് റിസർച്ചാണ്. 53. സൂപ്പർവിഷൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് ഈസ് ഇൻറ്റൻഡഡ് ടു അച്ചീവ്. ഓക്കെ, സൂപ്പർവിഷൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് ഈസ് ഇൻറ്റൻഡഡ് ടു അച്ചീവ്. സ്കൂൾ ടീച്ചേഴ്സിൻ്റെ സൂപ്പർവിഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഓപ്ഷൻസ് 4 ഉണ്ട്. അച്ചീവ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ടീച്ചേഴ്സ്, enable teachers in dealing with students skillfully, help students to learn more effectively, bring in better coordination of teachers and students.
ഓക്കെ, ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ലേൺ മോർ ഇഫക്റ്റീവ്ലി ആണ് സൂപ്പർവിഷൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചേഴ്സിൻ്റെ പൊട്ടൻഷ്യലിൽ ഇതാക്കുന്നതാണോ? അല്ല, കുട്ടികൾക്ക് മാക്സിമം ലേണിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 54. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് പ്ലേജറിസം? ഓക്കെ, റിസർച്ച് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പാരഫ്രൈസിങ് വിത്തൗട്ട് അക്നോളജ്മെൻറ്റ് ഓഫ് ആൻ ഓതർ ടു ദ ഓതർ, കൊലൂഷൻ, ഇൻകറക്റ്റ് സൈറ്റേഷൻ, ഓട്ടോ പ്ലേജറിസം. ഓക്കെ, പ്ലേജറിസം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? 4 വരും. ഓക്കെ, 4 പ്ലേജറിസമായിട്ട് കണക്കാക്കുന്ന കാര്യമാണ്. ഇൻകറക്റ്റ് സൈറ്റേഷൻ, കറക്റ്റ് സൈറ്റ് ചെയ്യാതിരിക്കുക, ഓട്ടോ പ്ലേജറിസം, കൊലൂഷൻ ആൻഡ് പാരഫ്രൈസ് ചെയ്യുക വിതൗട്ട് അക്നോളജ്മെൻറ്റ് ടു ദ ഓതർ, ഇതെല്ലാം പ്ലേജറിസത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ദ ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഡിസ്ക്രൈബ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ആർട്ടിക്കിൾ 21A ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൈറ്റ് ആണല്ലേ, ആർട്ടിക്കിൾ 21A. നെക്സ്റ്റ്, 56th question. Which of the following agency provides comprehensive management training for managerial level officers in the education sectors to take up innovative programs in education in Kerala? Management training for managerial levels officer in the education sector. ഇന്നവേറ്റീവ് പ്രോഗ്രാംസ് വരുന്ന ആ ഏജൻസി ഏതാണ്? CMAT ആണ്. ഓക്കെ, CMATൻ്റെ ഫുൾ ഫോമൊക്കെ പഠിച്ചിരിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഗവേൺസ് ഇനിഷ്യേറ്റീവ്? 57 ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗവേൺസ് ഇനിഷ്യേറ്റീവ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഫോഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് കേട്ടോ, ഫോഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ. NEP 2020 ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് the term ABC which stands for. So NEP 2020 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, എന്താണ്? അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് NEP 2020. 59. A ഗ്രേഡ് ഈസ് കൺസിഡേർഡ് ആസ്. ഗ്രേഡ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? an absolute measure of students' achievement, an estimate of students' performance in relation to the tools and techniques used, a relative measure of achievement of teachers' evaluation process of students' performance during the course. A grade is considered എന്താണ്? Estimate of students' performance in relation to tools and technique used. ഓക്കെ, അപ്പോൾ B ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് 60th question. The most important teacher competency needed for the effective transaction of the curriculum is എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടീച്ചർ കോമ്പിറ്റൻസി. എന്താണ്? നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഇഫക്റ്റീവായിട്ട് കിട്ടണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇവാലുവേഷൻ കോമ്പിറ്റൻസി അല്ല, കോമ്പിറ്റൻസി ഇൻ പ്രിപ്പയറിങ് ടീച്ചിങ് എയ്ഡ്സ് അല്ല. ടീച്ചിങ് എയ്ഡ്സ് പ്രിപ്പയർ ചെയ്താലും ഇവാലുവേറ്റ് ചെയ്താലും കോണ്ടെക്സ്റ്റൽ കോമ്പിറ്റൻസി ഉണ്ടായാലും കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇഫക്റ്റീവ് ട്രാൻസാക്ഷൻ ഓഫ് ദ കരിക്കുലം അവിടെ പോസിബിൾ അല്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടീച്ചർ കോമ്പിറ്റൻസി നീഡഡ് ഫോർ ദ ഇഫക്റ്റീവ് ട്രാൻസാക്ഷൻ ഓഫ് കരിക്കുലം ഈസ് കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് 61ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് സെഞ്ച്വറി ഇൻ IPL 2022 വാസ് സ്കോർഡ് ബൈ. ഇത് കറണ്ട് അഫെയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം അത്ര പ്രാധാന്യം ഇല്ലാത്തൊരു ചോദ്യമാണ്, പക്ഷേ ഒന്നാമത്തെ ആൻസർ ജോസ് ബട്ട്ലറാണ്. 62. ഐഡൻറ്റിഫൈ കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ്. ഓക്കെ, കുറേ സംസ്ഥാനങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കൾച്ചറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മധുബാനി ഏതാണ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പട്ടചിത്ര ഒഡീഷ എന്നാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത്. പട്ടചിത്ര ഒഡീഷ. ഓക്കെ, നെക്സ്റ്റ് 63. The recurrent habit of stealing items that generally does not really need and that usually have little value. Okay,
സോ കുട്ടികളിൽ സ്റ്റീലിംഗ് അതേഴ്സ് ഐറ്റംസ്, സ്റ്റീലിംഗ് വിത്തൗട്ട് they generally they don't want that, but they will steal others items. ഓക്കെ, അങ്ങനെയുള്ളൊരു ഡിസീസിനെ മീൻസ് അങ്ങനെയുള്ളൊരു ഹാബിറ്റിനെ പറയുന്നവരാണ് ക്ലെപ്റ്റോമാനിയ. ഓക്കെ, പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ലെപ്റ്റോമാനിയ ഓർ ക്ലെപ്റ്റോമാനിയ എന്നാണ് ആ ഒരു ഹാബിറ്റിൻ്റെ പേര്. മറ്റുള്ളവരുടെ ഐറ്റംസ് മോഷ്ടിക്കുന്നതിന് പറയുന്ന പേര്. ഫൈൻഡ് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് അല്ലാത്ത സ്പെല്ലിംഗ് കറക്റ്റ് അല്ലാത്ത വേർഡ് ഏതാണ് ചോദിച്ചേക്കുന്നത്. ഇൻഡിജിനസ് ആണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് സ്പെല്ലിംഗ് കമൻറ്റ് ചെയ്യും കേട്ടോ. 65. അപ്പം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ക്ലാസ് കാണാൻ വരുന്നവർക്ക് ഒരു ഉപകാരമാവും. ഓക്കെ, നിങ്ങൾക്കൊരു ടാസ്ക്കാണേ. 65. ചേഞ്ച് ദ സെൻറ്റൻസ് ഫ്രം ദ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഹി സെഡ് വാട്ട് എ റിമാർക്കബിൾ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു ബ്രദേഴ്സ്. ഓക്കെ, സോ നമുക്കിത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ്, എക്സ്ക്ലമേറ്ററി മാർക്കുണ്ട് നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ. So he exclaimed that there was a remarkable similarity between two brothers. So C is the answer. Okay. 66. The Lions of Tiranga is the nickname of national football team. Okay, national football teamൻ്റെ നിക്നെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെനഗലിൻ്റെ നിക്നെയിമാണ് ദ ലയൺസ് ഓഫ് തെരങ്ക. അടുത്തത് 67. One individual may die for an idea, but that idea will, after his death, incarnate itself in a thousand's life. Who said this? Okay, ഇതാരാണ് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺ ഇൻഡിവിജ്വൽ മേ ഡൈ ഓർ ആൻ ഐഡിയ, ഡൈ ഫോർ ആൻ ഐഡിയ, സോറി, ഓർ ആൻ ഐഡിയ അല്ല, ഫോർ ആൻ ഐഡിയ, ബട്ട് ദാറ്റ് ഐഡിയ വിൽ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻകാർണേറ്റ് ഇറ്റ് സെൽഫ് ഇൻ എ 1000 ലൈഫ്സ്. ഹൂ സെഡ് ദിസ് എന്നാണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് ഇത്. നെക്സ്റ്റ് 68ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെയർ എർത്ത് മെറ്റൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ലന്താനം, സീറിയം, യൂറോപ്പിയം, സിർക്കോണിയം കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നോട്ട് എ റെയർ എർത്ത് മെറ്റൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. സിർക്കോണിയമാണ്. ഓക്കെ, ലന്താനം, യൂറോപ്പിയം, സിർക്കോണിയം ഒക്കെ, സീറിയം ഒക്കെ വരുന്നത് എഫ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. സിർക്കോണിയം വരുന്നത് എവിടെയാണ്? ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. സോ സിർക്കോണിയം ഈസ് നോട്ട് എ റെയർ എർത്ത് മെറ്റൽ. ഇനി മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. വളരെ പ്രശസ്തരായ കുറച്ച് ആൾക്കാരുടെ പേരും അവരുടെ ഫീൽഡുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സൈറസ് എസ് പൂനാവാല സംസ്കൃത സ്കോളറാണ്. ഓക്കെ, ആരാണ്? സൈറസ് എസ് പൂനാവാല എന്ന് പറയുന്നത് എന്താണ്? എ ബിസിനസ്സിൽ വരുന്നതാണ്. ഓക്കെ, ബിസിനസ്സിൽ വരുന്നതാണ് സൈറസ് എസ് പൂനാവാല. ബി വശിഷ്ഠ് ത്രിപാഠി ഏതിൽ വരുന്നതാണ്? സംസ്കൃത് സ്കോളറാണ്. സഞ്ജയ രാജാറാം എന്ന് പറയുന്ന ആരാണ്? എന്താണ്? ഒരു സയൻറ്റിസ്റ്റാണ് സഞ്ജയ രാജാറാം. ദേവേന്ദ്ര ജജാരിയ ദേവേന്ദ്ര ജജാരിയ എന്ന് പറയുന്ന എന്തിൽ വരുന്നതാണ്? പാരാലിമ്പിക്സ് വിന്നറാണ്. ഓക്കെ, സോ ഈ ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ നെയിംസൊക്കെ മേ ബി റിപ്പീറ്റായിട്ട് വന്നാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിലിം ദ ഗോഡ് ഫാദർ വാസ് ഡയറക്റ്റഡ് ബൈ ഫ്രാൻസിസ് ലോർഡ് കൊപ്പോള ആണ് ദ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഫിലിം ഡയറക്റ്റ് ചെയ്തത്. മാച്ച് ദ ഫോളോയിങ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ലിസ്റ്റ് 1 വിത്ത് ദെയർ നാഷണാലിറ്റി. റഫേൽ നദാൽ ഏത് നാഷണാലിറ്റിയാണ്? സ്പെയിൻകാരനാണ്. ഓക്കെ, റഫേൽ നദാൽ സ്പെയിനിലാണ്. ഡാനിൽ സെർഗേവിച്ച് മെൻഡേവ് ഏത് നാട്ടുകാരനാണ്? B3 ആണ്, റഷ്യക്കാരനാണ് കേട്ടോ. ഓക്കെ, അലക്സാണ്ടർ സെവെറി
ഏത് നാട്ടുകാരനാണ്? പ്രൊനൗൺസിയേഷനിൽ എറർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അലക്സാണ്ടർ ഏത് നാട്ടിലെ ആളാണ്? ജർമ്മനിക്കാരനാണ്. നൊവാക് ജോക്കോവിച്ച് ഏത് നാട്ടുകാരനാണ്? സെർബിയക്കാരനാണ്. ഓക്കെ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. ഓക്കെ. അപ്പം നമ്മുടെ കുറച്ച് കേരള ഹിസ്റ്ററിയായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കുറിച്യ റിവോൾട്ട്, പഴശ്ശിരാജ ഫസ്റ്റ് റിവോൾട്ട്, ആറ്റിങ്ങൽ റിവോൾട്ട്, വേലുത്തമ്പി സ്കുണ്ട്ര പ്രൊക്ലമേഷൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓർഡർ വരുന്നത്, ഫസ്റ്റ് നടന്നത് എന്താണ്? ആറ്റിങ്ങൽ റിവോൾട്ടാണ്. പിന്നെ നടന്നത് പഴശ്ശിരാജാസ് ഫസ്റ്റ് റിവോൾട്ടാണ്. പിന്നെ നടന്നത് വേലുത്തമ്പി ധവളയുടെ കുണ്ട്ര പ്രൊക്ലമേഷനാണ്. ലാസ്റ്റ് നടന്നത്, ഈ തന്നിരിക്കുന്നതിൽ ലാസ്റ്റ് നടന്നത് കുറിച്യ റിവോൾട്ടാണ്. ആറ്റിങ്ങൽ റിവോൾട്ട്, പഴശ്ശിരാജ, ദെൻ വേലുത്തമ്പി കുണ്ട്രാസ് പ്രൊക്ലമേഷൻ, ദെൻ കുറിച്യ റിവോൾട്ട്. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് ഓപ്പറേഷൻ ദേവി ശക്തി മിഷൻ വാസ് ടു ഇവാക്യുവേറ്റ്. എന്തിനെ നീക്കം ചെയ്യാനാണ്? ദ പർപ്പസ് ഓഫ് ഓപ്പറേഷൻ ദേവി ശക്തി മിഷൻ വാസ് ഇവാക്യുവേറ്റ് എന്താണ്? ഇന്ത്യൻ സ്ട്രാൻഡഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഇൻ 2021. ഓക്കെ. അതാണ് ആൻസർ. ഓപ്പറേഷൻ ദേവി ശക്തി മിഷൻ. The country 74. The country which launched National Oxygen Stewardship Program to prevent wastage of medical oxygen. ഓക്കെ. അതേത് കൺട്രിയാണ്? ഇന്ത്യയാണ്. ഇനി 75ാമത്തെ ചോദ്യം. ഈ ദാഖിൽ പോർട്ടൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് സെക്ടർ. കൺസ്യൂമർ കംപ്ലൈൻസ് എന്ന് പറയുന്ന സെക്ടറിൽ വരുന്നതാണ് ഈ ദാഖിൽ പോർട്ടൽ. ഓക്കെ. ദാഖിൽ. 76. LIC is proposing a IPO of up to this number. റീഡ് ചെയ്യുക കേട്ടോ. ഇക്വിറ്റി ഷെയർസ് ഓഫ് 316,349,885 ഇക്വിറ്റി ഷെയർസ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ₹10 each. What is the full form of IPO? ഇനീഷ്യൽ പബ്ലിക് ഓണർഷിപ്പ്. ഓക്കെ. വലിയ നമ്പറൊക്കെ വരുമ്പോൾ നമ്മൾ മടിക്കല്ലോ വായിക്കാൻ. ഓക്കെ. ഇവിടെ എന്താണ് IPO എന്ന് പറഞ്ഞാൽ എന്താണ്? LIC ഈസ് പ്രപ്പോസിങ് ആൻ IPO എന്ന് പറയുന്നില്ല. IPO എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓണർഷിപ്പാണ് ആൻസർ വരുന്നത്. 77. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഡു നോട്ട് ഷെയർ ദ ബോർഡർ വിത്ത് ഉക്രൈൻ? ഉക്രൈനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത രാജ്യം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജോർജിയ ആണ് ആൻസർ. ജോർജിയ. 78. An uninhabited volcanic island and submarine volcano of the dash archipelago had near continuous eruption from 20th December 2021 to 15th January 2022 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. ടോങ്കോങ് ആണ് ആൻസർ വരുന്നത്. ഇപ്പം അതത്ര റെലവൻസ് ഇല്ല. ഇനി മേ ബി ചോദിക്കാൻ ചാൻസ് ഇല്ല. കറണ്ട് അഫെയർ ആണ്. എ മൂവി ബൈ ദ ഫേമസ് പെയിൻറ്റർ MS ഹുസൈൻ. ഗജഗാമിനി. ഓക്കെ. എ മൂവി ബൈ ദ ഫേമസ് പെയിൻറ്റർ MS ഹുസൈൻ. എന്താണ്? ഗജഗാമിനി. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് നമ്പർ. ഇനി കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് നമ്പർ ഇൻ സീരീസ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഓഡ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 216 ആണ് ആൻസർ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസറും കാണിച്ചു പോകുന്നേ ഉള്ളൂ. എ ട്രേഡർ പർച്ചേസ് 250 bags of cement at ₹520 per bag. He sold 90 bags at 20% profit and 60 bags at 5% loss.
At what rate per bag should be the remainder be sold as to gain 8% on the whole transaction? ആൻസർ ഡി ആണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ₹546. കാൽക്കുലേറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ്, ദ ഏജ് ഓഫ് ഗോപാൽ ആൻഡ് ഗണേഷ് ആർ ഇൻ എ റേഷ്യോ. In the ratio 3:1, 15 years hence the ratio will be 2:1. Their present ages are എന്നാണ് ചോദിച്ചിരിക്കുന്നത്. D is the right answer. X, Y and Z enter into partnership. X initially invests ₹50 lakhs and adds another ₹10 lakhs after 1 year. Y initially invests ₹35 lakhs and withdraws ₹5 lakhs after 2 years, and Z invest ₹15 lakhs. In what ratio the profit be divided at the end of the year എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ വായിച്ച് സമയം കളയാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 34:20:9. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 7 women are standing in a row. B is standing left to R, right to P. O is standing right to N and left to P. Similarly, S is standing right to R and left to T. Find the woman who is standing at the middle of the row. So, നമ്മൾ വായിച്ചിട്ട് കറക്റ്റ് ആൻസർ, ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് കൺഫ്യൂസിങ് ആക്കും, പക്ഷെ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. സോ ദ ആൻസർ ഈസ് ഡി ആണ്. ഓക്കെ, മെൻ്റൽ എബിലിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ABCD വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ABCD എഴുതുന്ന ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ABCD EFG പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. ഓക്കെ, ഇൻ എ കോഡഡ് മെസ്സേജ് റിവർ ഗോദാവരി ഈസ് റിട്ടൺ ആസ് this KSHEZEVM. What will be the code for river Narmada? ഓക്കെ, നിങ്ങൾ ഒന്ന് നോക്കി നോക്കിയ ക്വസ്റ്റിൻ്റെ ഉത്തരം. കിട്ടുന്നുണ്ടോ? 86th question. Which among the following is not true? B is the answer for 85th question. 86th question. Which among the following is not true about ഭാഷയ്ക്കൊരു $1 അവാർഡ്? അപ്പോൾ ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് നമ്മൾ അറിയണം. ഭാഷയ്ക്കൊരു $1 അവാർഡ്, ഇറ്റ് ഈസ് awarded for the best Malayalam PhD thesis submitted to the University of Kerala. The award carries a cash prize of 50,000, citation and memento. The award for 2024 goes to K. Manju. അപ്പോൾ അവിടെ ഒരു കറണ്ട് അഫയേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഭാഷയ്ക്കൊരു $1 അവാർഡ് എന്താണെന്നുള്ളതും കൂടെ നോക്കിയിട്ട് പോകും. ഇനി നെക്സ്റ്റ് സെറ്റിന് 2026 അല്ലെങ്കിൽ 27 ആരാന്ന് ചോദിച്ചുകൂടായില്ല. പ്രത്യാശ, എന്താണ് പ്രത്യാശ? പ്രത്യാശ, a joint venture program of the government of Kerala is meant for financial assistance for marriage for the girls belongs to poor family. Okay, assertion reason type question ചോദിച്ചിട്ടുണ്ട്. There is very poor rainfall on the eastern side of Western Ghats. The east of the Western Ghats is on the leeward side. Leeward means കാറ്റില്ലാത്ത ഭാഗം. ഓക്കെ, സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസണും ബോത്തും കറക്റ്റാണ്, ഇൻഡിവിജ്വലി കറക്റ്റാണ്, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ ആണ്. ഓക്കെ, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. രണ്ടും ശരിയാണ്. ആദ്യത്തേതിൻ്റെ റീസണാണ്, രണ്ടാമത്തത് എക്സ്പ്ലനേഷനാണ് രണ്ടാമത്. ഓക്കെ, next, Dr. Jimon Panniyamakal from Kerala is the recipient of the prestigious Shanti Swarup Bhatnagar Prize for Science and Technology in 2021. What is his area of research? Medical science. The advancement learning and novum orangum
are the famous work of Francis Bacon. The spot the facility which is not cloud-based video conferencing. Joomla. Okay, next 92. Jaipur Gharana, Banaras Gharana and Lucknow Gharana are the three distinct versions of Kathak. Vitamin D known as tocopherol. വൈറ്റമിൻ നോൺ ആസ് ടോക്കോഫെറൽ എന്ന് അറിയുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടോക്കോഫെറൽ എന്താണ്? വൈറ്റമിൻ ഇ ആണ്. എ പോയം വിത്ത് ദ ഓപ്പണിംഗ് ലൈൻ ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് വിച്ച് ഈസ് റിഗാർഡഡ് ആസ് എ സെൻട്രൽ വർക്ക് ഇൻ ദ modernist poetry is celebrating its centenary in 2022. What is its title? The Wasteland. Current affair ആണ്. The credit for the most important inventions like compass, paper, printing and gunpowders goes to the ancient Chinese. ചൈനീസുകാരാണ് കോമ്പസ്, പേപ്പർ, പ്രിൻറ്റിങ് ആൻഡ് ഗൺ പൗഡർ കണ്ടുപിടിച്ചാരാണ്? ചൈനീസുകാരാണ്. Identify the institutions which are exempted from coverage of Right to Information Act. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കവറേജ് ഇല്ലാത്തവർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് എന്താണ് ശസ്ത്ര ഭീമ ബാൽ. ഓക്കെ 97. Which of the following place has the lowest gravity on earth? Near equator ആണ് lowest gravity on earth ഉള്ളത്. 98. In the Constitution of India, the article dealing with directive principle of state policy, DPSP പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ് DPSP വരുന്നത്. ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെ. Okay. Which of the following statement about Nobel Prize are correct? നോബൽ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്, 2, 3, 4 ആണ് കറക്റ്റ്. സോ ഫാർ ഓൺലി 4 people have won 2 Nobel Prizes each. Okay, 2 Nobel Prize. Nobel Prize in the field may not be shared among more than 3 individuals in a year. Nobel Prize is awarded by Norwegian Nobel Committee. Okay, ഏത് കമ്മിറ്റിയാണ്? Norwegian Nobel Committee. So these are the answers. ടയർഡായോ? നമുക്കിനി ഒരു 20 ചോദ്യങ്ങളും കൂടെ നോക്കാനാണ്. The political party, 100th question. The political party of Pakistan led by Imran Khan. Pakistan Tehreek-e-Insaf. 101. Match the list tribes with the list 2 states. Okay. മുതുവാൻ എന്താണ്? കേരളയിലാണ് ട്രൈബാണ്. കേരളയിലുള്ള ട്രൈബാണ് മുതുവാൻ എന്ന് പറയുന്നത്. ബോഡോ എന്ന് പറയുന്നത് എന്താണ്? ആസാമിലുള്ള ഒരു ട്രൈബാണ്. സാന്താൾ എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? വെസ്റ്റ് ബംഗാളിലുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് ട്രൈബിൽ നിന്നാണോ ആണെങ്കിൽ ഏത് ട്രൈബാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കാസിസ് ഏതാണ്? കാസിസ് മേഘാലയാണ്. ഓക്കെ. Examine the following statement related to Kerala Reformation movement and identify the correct ones. Okay, so Kerala Reformation movement ഉള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവയിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 1, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. റാവു സാഹിബ് അയ്യത്താൻ ഗോപാലൻ വാസ് ദ ഫൗണ്ടർ ഓഫ് സുഗുണവർദ്ധിനി മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ആരാണ്? റാവു സാഹിബ് അയ്യത്താൻ ഗോപാലനാണ്. ചാന്നാർ റിവോൾട്ട് ഓൾസോ കോൾഡ് മരുമക്കൾ സമരം, മരക്കൽ
മാറുമറയ്ക്കൽ സമരം. ചാന്നാർ റിവോൾട്ട്, ഓൾസോ കോൾഡ് മാറുമറയ്ക്കൽ സമരം, occurred during 1813 to 1859. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഓക്കെ, 1813 to 1859 ചാന്നാർ റിവോൾട്ട് ഉണ്ടായത്. യുക്തിവാദി വാസ് ദ ഫസ്റ്റ് റാഷണലിസ്റ്റ് ഓർ എസ്തെറ്റിക് ജേണൽ ഇൻ മലയാളം. യുക്തിവാദി എന്ന് പറയുന്നതാണ് റാഷണലിസ്റ്റ് ആൻഡ് എസ്തെറ്റിസ് ജേണൽ ഇൻ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ചാന്നാർ റിവോൾട്ട് ഞാൻ പറയുന്ന മറ്റൊരു പേരെന്താണ്? മാറുമറയ്ക്കൽ സമരം. ഏത് വർഷത്തിലാണ് നടന്നത്? 1813 മുതൽ 1859 വരെ. ഓക്കെ, 103-ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് കൺട്രീസ് ഇൻ യൂറോപ്പ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഏരിയ, ബിഗ്ഗസ്റ്റ് ടു ദ സ്മോളസ്റ്റ് എന്നാണ് ചോദ്യം. 4, 1, 3, 2. ഓക്കെ, അപ്പോൾ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. സോ ബിഗ്ഗസ്റ്റ് 1 ഏതാണ്? യൂറോപ്യൻ കൺട്രീസിലെ ബിഗ്ഗസ്റ്റ് ഏതാണ്? ഉക്രൈൻ, ദെൻ ഫ്രാൻസ്, ദെൻ സ്വീഡൻ ആൻഡ് ലാസ്റ്റ് വരുന്നത് ജർമ്മനി. ഐഡൻറ്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർസ് ഇൻ ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻ്റർപോൾ, ലയോൺ അല്ല. എസ്കാപ്പ്, ബാങ്കോക്ക് അല്ല. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ന്യൂയോർക്കിലുള്ളതാണ്. ഐക്യാൻ ഓർ ICANN വാഷിങ്ടൺ. ഓക്കെ, അത് രണ്ടും കറക്റ്റ് മാച്ച്ഡാണ്. ആദ്യത്തെ രണ്ടെണ്ണം കറക്റ്റ് അല്ല. 3ഉം 4ഉമാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഞാൻ ആൻസേഴ്സൊക്കെ മാർക്ക് ചെയ്തേക്കുന്നത് അക്കോർഡിംഗ് ടു സെറ്റിൻ്റെ ആൻസർ കീ വെച്ചിട്ടാണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. RTI ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് വർഷമാണ് വന്നേക്കുന്നത്? 2005. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നത് ഏത് വർഷമാണ്? 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട്, ICA, ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് വന്നേക്കുന്നത് എന്നാണ്? C2, 1959 ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് വന്നിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST എന്നാണ് വന്നത്? 2017. ഓക്കെ, അപ്പോൾ ഈ ഇയറൊക്കെ ഓർത്തിരിക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2005 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് IT ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് IT സ്കൂള്, വിക്ടേഴ്സ്, അതിനുശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്ത്യൻ കോപ്പിറൈറ്റ്. അപ്പം വിക്ടേഴ്സ്, IT സ്കൂള് അതെല്ലാം പഠിക്കണം, ഇയേഴ്സൊക്കെ പഠിക്കണം. ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് വന്നത് ഏത് വർഷമാണ്? C2, 1957. GST ആക്ട് 2017. ഓക്കെ, ഇനിയൊരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ട്രബിളിംഗ് ആണ്. ബട്ട് നമുക്ക് നോക്കാം. ഗ്രീൻ മഫ്ലർ സ്കീം വിച്ച് റെഫേഴ്സ് ടു ദ പ്ലാന്റിംഗ് ഓഫ് ട്രീസ് ആൻഡ് ഷബ്സ് അലോങ് റോഡ് സൈഡ്സ് ആൻഡ് പോപ്പുലേറ്റഡ് ഏരിയാസ് ഷുഡ് ബി ആക്റ്റീവ്ലി പർസ്യൂഡ്. റീസൺ, ഗ്രീൻ മഫ്ലർ ലീഡ്സ് ടു ദ റിഡക്ഷൻ ഓഫ് നോയ്സ് പൊല്യൂഷൻ. അതായത് റോഡ് സൈഡിൽ ഈ ഗ്രീൻ മഫ്ലർ എന്ന് പറയുന്ന മഫ്ലർ സ്കീം വെച്ചിട്ട് പ്ലാന്റിങ് ട്രീസ് എന്ത് ചെയ്യണം? നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്, രണ്ടും കറക്റ്റാണ്. A and R are true and R is the correct explanation of A ആണ്. ഓക്കെ, നെക്സ്റ്റ് 107 ഒരു ക്രിക്കറ്റിൽ നിന്നുള്ളൊരു ക്രിക്കറ്റ് മാച്ച്. ഓക്കെ, മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് മാത്സ് ഒക്കെ. ഇൻ എ ക്രിക്കറ്റ് മാച്ച് there were 3 type of tickets ABC, each costing 1000, 500, 200 respectively. The ratio of the tickets sold in each category was 3:2:5. If the total collection received by the sale of ticket is rupees 2.5 crore, find out the total number of tickets sold. So what is the answer? 50,000 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ,
ഇത് ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓൾറെഡി ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും ചെയ്യാൻ. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പിൻ്റെ വർക്ക് അല്ലാത്തത്, ഈ നോട്ടൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, നോട്ട് എ വർക്ക് ബൈ ഒ എൻ വി കുറുപ്പാണ്. അപ്പോൾ ഭൂമി ഗീതങ്ങൾ എന്ന് പറയുന്ന ഒ എൻ വി കുറുപ്പിൻ്റെ വർക്കല്ല. ഉപ്പ്, അക്ഷരം, ഉജ്ജയിനി. ഉപ്പ്, അക്ഷരം, ഉജ്ജയിനി, ഇത് മൂന്നും ഒ എൻ വി കുറുപ്പിൻ്റെ പുസ്തകങ്ങളാണ്. ഓക്കെ, ഉപ്പ്, അക്ഷരം, ഉജ്ജയിനി. ഓക്കെ, ഉപ്പിൽ അക്ഷരം എഴുതിയെന്നോ ഉജ്ജയിനി ഉപ്പിൽ അക്ഷരം എഴുതിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. 109. If you don't keep quiet, I shall shoot you. Calmly he said to her. The reported speech of this sentence. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടു. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് പഠിച്ചു വയ്ക്കണം. He warned her calmly that he would shoot her if she didn't keep quiet. അതാണ് അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ചായിട്ട് വരുന്നത്. 110. You can observe oniomania among youngsters. The meaning of the underlined word is uncontrollable desire to buy things. Okay, ഒനിയോമാനിയ. ഒനിയോമാനിയ എന്ന് പറയുന്നത് എന്താണ്? യങ്സ്റ്റേഴ്സിലുള്ള ഒരു ഡിസയറാണ്. എന്താണ്? അൺകൺട്രോളായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. ചിലർ ഡ്രസ്സ് വാങ്ങും, ചിലർ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ അൺകൺട്രോൾഡ് ഡിസയർ ടു ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പറയുന്നത് ഒരു ഡിസീസാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഡിസീസ് അല്ല, ഒരു ബിഹേവിയറൽ ഹാബിറ്റാണ് ഒനിയോമാനിയ എന്ന് പറയുന്ന ഒരു ഇതാണ്. 111. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The meaning of the sentence, I don't want to be a wet blanket in the party is, I don't want to be a spoil sport in the party. ഓക്കെ, അതായത് ഒരു വെറ്റ് ബ്ലാങ്കറ്റ് മീൻസ് പാർട്ടിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനെ ബാധിക്കാതെ സ്പോയിൽ ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസൊക്കെ കണ്ടു. യൂസ് എ സോക്ക്ഡ് ബ്ലാങ്കറ്റ് ഇൻ ദ പാർട്ടി. ഓക്കെ, അതിനൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഉത്തരം ചിലത് കിട്ടും. നെക്സ്റ്റ് 112. You hissed my mystery lecture is an example of spoonerism. Okay, you hissed my mystery lecture is an example of spoonerism. ഓക്കെ, അത് അപ്പോൾ സ്പൂണറിസം എന്താണെന്ന് പഠിക്കണം കേട്ടോ. The first DNA plasmid based COVID-19 vaccine developed in the world is SARS-CoV-2 ആണ്. DNA plasmid based COVID-19 vaccine. Okay, 114. The first state in India to issue order implementing NEP 2020. NEP 2020 ഫസ്റ്റ് ഇഷ്യൂ ഓർഡർ നടത്തിയത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിക്കുന്നത്. കർണാടകയിലാണ്. ഓക്കെ, ദ ഫിലിം വിച്ച് വോൺ ദ coveted സുവർണ ചക്കോരം അവാർഡ് ഫോർ ദ ഫസ്റ്റ് ഫിലിം അറ്റ് ദ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IIFK 2022. What is the answer? Clara Sola is the answer. 116. Who among the following was born on Pi Day? Pi ഡേയുടെ അന്ന്, പൈ ദിനത്തിൻ്റെ അന്ന് ജനിച്ചത് ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പൈ ദിനത്തിൽ ജനിച്ച ആൾ. നെക്സ്റ്റ്, on the 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ SDG goals adopted by. ഓക്കെ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അഡോപ്റ്റ് ചെയ്തത് ആരാണ്? UN ആണ്. വിച്ച് ഗോൾ ഈസ് എയിംഡ് അറ്റ് എൻഷുറിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ വരുന്നത് ഏതാണ്? SDG 4 വരുന്നത്. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ BIMSTEC, the international organization which had its 5th summit in March 2022 consists of how many nations?
ഓക്കെ, അപ്പോൾ അതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 7 ആണ് ആൻസർ വരുന്നത്. 119 ദ സൺ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഡാഷ് ആൻഡ് ഡസ്, ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സൺ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ആരൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, നമുക്കറിയാം അല്ലേ. 120 the last question of set July 2022 general part. A type of social engineering attack often used to steal user data is called phishing. ഓക്കെ, അതൊരു ICT റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫിഷിംഗ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചു, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ രീതികൾ. 2022 ക്വസ്റ്റ്യൻസ് കുറച്ച് ഇത്തിരി ടഫ് പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സസ് ഇങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.